ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അക്സെപ്റ്റ് മീ, എന്നെ സ്വീകരിക്കുക, ബൈ ലിവിങ് സ്മൈലി വിദ്യ. നമ്മൾ അവസാനമായിട്ട് പറഞ്ഞത് വിദ്യയെ ഒരു പുതിയ കുടുംബത്തിലേക്ക് ചേർത്തു. ഐ വാസ് രജിസ്റ്റേർഡ് വിത്ത് ദ ഭേണ്ടി ബസാർ പരിവാർ. 7 തരത്തിലുള്ള കുടുംബങ്ങളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഇവർക്ക് അംഗമായിട്ട് ചേരണം. അങ്ങനെയാണ് തിരുനങ്കായി സമൂഹത്തിൽപ്പെട്ട ആൾക്കാരുടെ ഒരു വ്യവസ്ഥ. അവിടെ പല പേരിലും അറിയപ്പെടുന്ന ആൾക്കാരുണ്ട്. അമ്മ, നാനി, ദാദി, മദർ, ഗ്രാൻഡ് മദർ, ഗ്രേറ്റ് ഗ്രാൻഡ് മദർ. നാനി ഗ്രാൻഡ് മദറിന് നാനി എന്ന് വിളിക്കും, ദാദിയുണ്ട്. അങ്ങനെ പലരും ഇവരെ ഉപദേശിക്കാനും ഇവർ എന്തൊക്കെ ജോലി ചെയ്യണം എന്ന് തീരുമാനിക്കാനും ആയിട്ട് ഉണ്ട്. അവിടെ സിസ്റ്ററിനെ ചേല എന്ന് പറയും, സീനിയർ ചേല, ജൂനിയർ ചേല. അപ്പം അമ്മയുടെ സഹോദരിയെ സാധാരണ നമ്മൾ വിളിക്കുന്ന പോലെ ആൻറ്റി. അമ്മയുടെ സിസ്റ്റർ ഉണ്ടെങ്കിൽ അതിന് പെരിയമ്മ. ചെറിയ സിസ്റ്റർ ഉണ്ട് ചിത്തി, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ചിറ്റ എന്ന് പറയുന്ന പോലെ. മൈ റീത്ത് ഇൻ ഭേണ്ടി ബസാർ പരിവാർ വാസ് രജിസ്റ്റേർഡ് ആസ് ശാരദാമാൾസ് നാത്തി ചേല ആൻഡ് അരുണമ്മാൾസ് ചേല. ആഫ്റ്റർ ദ രജിസ്ട്രേഷൻ a veteran Tirunangai gifted me a sari. This was again a regular custom. നമുക്കറിയാം, വിദ്യ എന്ന് വിളിക്കുന്ന ആ പെൺകുട്ടിയായ ഒരു ആൺകുട്ടി, ശരവണ എന്നായിരുന്നു പേര്. ഇപ്പോൾ അവൾ ഒരു കുടുംബത്തിലേക്ക് വന്ന് ചേർന്നു, തിരുനങ്കായികളുടെ ഒരു കുടുംബത്തിലേക്ക്, ഭേണ്ടി പരിവാർ. അവിടെ അവൾക്ക് ഒരു സാരി ഗിഫ്റ്റായിട്ട് കൊടുത്തു. നമ്മൾക്കറിയാം, സ്ത്രീകളാണ് സാരി ധരിക്കുന്നത്. വെൻ സീനിയേഴ്സ് സീ ഓഫ് എ ന്യൂ തിരുനങ്കായി ഓർ വെൻ ഷീ ഗോസ് ടു സീ ദം, ദ ഗിഫ്റ്റ് ഓഫ് എ സാരി ആൻഡ് സം ക്യാഷ് ഈസ് മാൻഡേറ്ററി. സാധാരണ പുതിയതായിട്ട് വരുന്ന തിരുനങ്കായികളെ കാണാൻ മറ്റുള്ളവർ വരുമ്പോൾ അവർ സാരി സമ്മാനമായിട്ട് കൊണ്ടുവരും, അല്ലെങ്കിൽ പൈസ കൊടുക്കും. ദ ലൈഫ് ഓഫ് എ തിരുനങ്കായി ഈസ് ബൗണ്ട് ബൈ തൗസൻഡ്സ് ഓഫ് സച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആൾ അൺറിട്ടൺ. ഇതൊന്നും എഴുതി വയ്ക്കപ്പെട്ട ഒരു നിയമമൊന്നുമല്ല, ഇവർ തന്നെ ഉണ്ടാക്കുന്ന നിയമങ്ങളാണ്. തിരുനങ്കായികളുടെ ആ ഗ്രൂപ്പ്, അവരുടെ ഗ്രൂപ്പിൻ്റെ ലീഡേഴ്സ്, അവർ സൃഷ്ടിക്കുന്ന ഓരോ നിയമങ്ങളാണ്. ദിസ് വാസ് 3 months ആഫ്റ്റർ ഐ ഹാഡ് ലെഫ്റ്റ് ഹോം. ഇപ്പോൾ ഏകദേശം 3 മാസത്തോളമായി ഞാൻ വീട്ടിൽ നിന്നും പോന്നിട്ട്. ലൈഫ് ഹാഡ് ബീൻ ഓൺ എ ഫാസ്റ്റ് ട്രാക്ക് ഫ്രം തിരുച്ചി ടു ചെന്നൈ, ഫ്രം ചെന്നൈ ടു പൂനെ, ആൻഡ് ഐ വാസ് യെറ്റ് ടു റൈറ്റ് മൈ ഫാമിലി. ഇതുവരെ ഫാമിലിയായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല, ആരെയും ബന്ധപ്പെടാനും ശ്രമിച്ചില്ല എന്നതിലുപരി കഴിഞ്ഞില്ല. ഐ കുഡ് നോട്ട് കോൾ ദം as they had no phone at home. God knows how they were coping with the anxiety I had caused them. ഞാൻ അവിടെ ഉണ്ടാക്കി വെച്ച ഒരു കഷ്ടപ്പാട്, അത് അവരെങ്ങനെ സഹിക്കുന്നുണ്ടാവും എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. They must have worried themselves sick as I did not tell them where I was going. ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയാതെയാണ് പോയത്, അതുകൊണ്ട് അവർ വിഷമിച്ച് ഇരിക്കുന്നുണ്ടാവും. അങ്ങനെ പോകുന്ന ഒരു സമയത്ത് എന്താണ് പിന്നീട് സംഭവിച്ചത്? About a month after I moved to Pune, the great tsunami tragedy struck several parts of the world, including Chennai. സുനാമി ഉണ്ടായി. ആ സുനാമി ഉണ്ടായ സമയത്ത് മൈ ഫോക്സ് മസ്റ്റ് ഷുവർലി ഹാവ് വറീഡ് അബൌട്ട് മൈ ഫെയ്റ്റ് ഡ്യൂറിങ് ദ ഡിസാസ്റ്റർ. ഇവൾ ചെന്നൈയിലാണെന്നാണ് അവർ ധരിച്ചിരുന്നത്. അപ്പോൾ ചെന്നൈയിലാണെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും എന്നുള്ള ഒരു വിചാരം പേരൻസിനുണ്ടായിരുന്നു. അപ്പ രാധ അനുമൈ ചിറ്റി സ്റ്റാർട്ടഡ് ലുക്കിംഗ് ഫോർ മീ. ഇവളുടെ ഫാദറും സിസ്റ്ററും അമ്മയുടെ അനിയത്തിയും അവരൊക്കെ അവളെ അന്വേഷിക്കാനായിട്ട് തുടങ്ങി. I had long ago given Radha Ramaswamy's phone number, so she called him and inquired about me.
The professor who knew my condition did not know what to tell രാധ. ഇവൾ പഠിക്കാൻ പോയ കോളേജിലെ പ്രൊഫസറുടെ അടുത്ത് ഇവളുടെ നമ്പർ ഉണ്ടായിരുന്നു. ആ നമ്പറിൽ എൻക്വയറി ചെയ്തപ്പോൾ പ്രൊഫസർക്ക് എന്താണ് പറയേണ്ടത് എന്ന് ഒന്നും മനസ്സിലായില്ല. രാധയോട് സിസ്റ്ററോട് എന്താണ് പറയേണ്ടത് എന്ന് മനസ്സിലാവുന്നില്ല. ഹി മസ്റ്റ് ഹാവ് ബീൻ ട്രബിൾഡ് ബൈ ഹിസ് റോൾ ആസ് ബിയർ ഓഫ് ബാഡ് ടൈഡിങ്സ്. ഇങ്ങനെ ഒരു ചീത്ത ന്യൂസ്, ഇങ്ങനെ ഒരു മോശമായൊരു ന്യൂസ് എങ്ങനെയാണ് പറയുക? ആഫ്റ്റർ സം ഇനിഷ്യൽ ഹെസിറ്റേഷൻ, ആദ്യമൊക്കെ കുറച്ച് വിഷമം തോന്നിയെങ്കിലും ഹി റിവീൽഡ് ദ ട്രൂത്ത്, അവനെ സത്യം വെളിപ്പെടുത്തി. അബൌട്ട് മീ ടു ദം ദറ്റ് ഐ വാസ് എ തിരുനങ്കായി, ഞാനിപ്പോൾ ഒരു ട്രാൻസ്ജെൻഡറായി എന്നുള്ള കാര്യം വീട്ടുകാരോട് ബോധ്യപ്പെടുത്തേണ്ടി വന്നു. ആർക്ക്? പ്രൊഫസർക്ക്. ആൻഡ് ദാറ്റ് ഐ ഹാഡ് ഫ്ലെഡ് ഹോം ബിക്കോസ് ഓഫ് ദാറ്റ്, അതുകൊണ്ടാണ് ഞാൻ വീട് വിട്ടു പോയതെന്നുള്ള കാര്യം അത് വീട്ടുകാരെ അറിയിച്ചു. വാട്ട് കുഡ് ഹാവ് ഷോക്ക് രാധ മോർ? ഇറ്റ് വാസ് ദ മോസ്റ്റ് അപ്സെറ്റിംഗ് ഇൻഫർമേഷൻ ഷീ കുഡ് ഹാവ് എവർ റിസീവ്ഡ്. ഒരിക്കലും ജീവിതത്തിൽ കിട്ടേണ്ട അല്ലെ കിട്ടാൻ പാടില്ലാത്ത ഒരു അറിവാണ്, അല്ല ഒരു ഇൻഫർമേഷനാണ്, ഒരു അറിയിപ്പാണ് ഇപ്പോൾ കിട്ടുന്നത്. എന്താണ്? സ്വന്തം ബ്രദർ ഒരു ലേഡിയായി മാറിയിരിക്കുന്നു. നോളജ് ഫ്രം വിച്ച് ഷീ കുഡ് നോട്ട് റിക്കവർ. ഈവൻ ഇഫ് ഷീ വാസ് ഏബിൾ ടു റീകൺസിൽ ഹെർസെൽഫ് ടു ദ ഹോറിബിൾ ട്രൂത്ത് ഓഫ് ദ സിറ്റുവേഷൻ, ഹൗ കുഡ് ഷീ ടെൽ മൈ ഫാദർ? അവൾ എങ്ങനെയെങ്കിലുമൊക്കെ സഹിക്കാമെന്ന് വെച്ചാലും എങ്ങനെയാണ് അച്ഛനോട് പറയുക? പിതാവിനോട് എങ്ങനെയാണ് പറയുകയാണ് മകൻ ആയിട്ട് വളർത്തിയ ഒരാൾ മകളായി മാറിയെന്നുള്ള കാര്യം? അപ്പ ആസ്ക്ഡ് ഹർ റിപ്പീറ്റഡ്ലി ഫോർ ന്യൂസ് ഓഫ് മീ. അച്ഛനിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഡു യു ഹാവ് എനി ന്യൂസ് ഓഫ് ശരവൺ? ഹൗ ഈസ് ഹി? വെർ ഈസ് ഹി? എവിടെയാണ് എൻ്റെ മോനുള്ളത്? എങ്ങനെ, ഏത് സ്ഥിതിയിലാണ് എന്നൊക്കെ ചോദിച്ച് രാധയോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. ഷീ ബ്രോക്ക് ഡൗൺ ആൻഡ് കൺവേഡ് മൈ ക്രഷിംഗ് ഫെയ്റ്റ് ടു ഹിം. അവൾ തകർന്നു പോയി. എന്നിട്ട് ഇവൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ ശരവൺ എന്നുള്ള കുട്ടി ഇപ്പോൾ വിദ്യ ആയിട്ട് മാറി എന്നുള്ള കാര്യം അച്ഛനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട് agonies my family must have suffered as a result of my actions, but there was nothing I could do about it. എന്തൊക്കെ അവർ സഹിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിനെപ്പറ്റി എനിക്ക് ബോധ്യമുണ്ട്, പക്ഷേ എനിക്കിപ്പോൾ ഒന്നും തന്നെ ചെയ്യാൻ സാധ്യമല്ല. Once they recovered from the initial shock and the weeping and wailing was over, they contacted Arunamma through Asha Bharati and Moora, from whom they learned that I was living in Pune. പിന്നെ അവർക്ക് മനസ്സിലായി ഇവള് പൂനെയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവരെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു. Arunamma summoned me to Chennai. I panicked. How would Appa react to my present state? I had no idea, but I had to face the situation. Appa, your son is a തിരുനങ്കായി. അപ്പോൾ അരുണമ്മ ഇവരെ ചെന്നൈയിലേക്ക് അയക്കുകയാണ്. പക്ഷേ ഇവൾക്ക് ഭയമുണ്ട്. എങ്ങനെയാണ് അച്ഛനെ ഫേസ് ചെയ്യണം? അച്ഛനോട് എങ്ങനെ പറയും അച്ഛൻ്റെ മോൻ ഇപ്പോൾ ഒരു ട്രാൻസ്ജെൻഡർ ആയിരുന്നു? ക്യാൻ യു അക്സെപ്റ്റ് മീ ആസ് വൺ അപ്പ? അക്ക, യു നോ ലോങ്ങർ ഹാവ് എ ബ്രദർ. യു ഹാവ് 2 sisters, മഞ്ജു ആൻഡ് മീ. ഐ ആം വിദ്യ, നോട്ട് ശരവണൻ. വിദ്യ. I left Pune for Chennai in great turmoil, preparing to meet my family at Arunamma's NGO. They invited my family 2 days after my arrival in Chennai and waited expectantly for Appa and Radha. Radha called me as soon as they landed at the Egmore railway station. They were here. I prepared myself for the meeting. സ്വന്തമായിട്ട് മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തിക്കൊണ്ടുവരികയാണ്. So distraught that anyone who saw me would have thought I was about to meet an enemy on the battlefield rather than my family. Gathering courage, I went to the station in the company of my തിരുനങ്കായി sisters, വിജി ആൻഡ് ഭൂമിക. 2 തിരുനങ്കായി സിസ്റ്റേഴ്സും ഇവളുടെ കൂടെയുണ്ട്. എല്ലാവരും കൂടെ ഇവളുടെ ഫാമിലിയെ കാണാനായിട്ട് പോവുകയാണ്. മാനസികമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോവുകയാണ് എങ്ങനെയാണ് പേരൻസിനെ അഭിമുഖീകരിക്കേണ്ടത് എന്നുള്ളത്. I wore a beautiful black saree with a broad silver border. Every time I wore it, I told myself it would suit my sister better. When I saw Radha at the entrance to the station, my heart nearly stopped and tears filled my eyes. മനസ്സിനെ പാകപ്പെടുത്തി എടുത്തു, എന്നാലും സിസ്റ്ററെ കണ്ടപ്പോൾ കരയാൻ തുടങ്ങി. രാധ, ഐ കോൾ സോഫ്റ്റ്ലി. ശരവണ, സാധാരണ വിളിക്കാറുള്ളത് ബ്രദറിനെ ശരവണ തന്നെയാണ്. അപ്പോൾ രാധ അങ്ങനെയാണ് വിളിച്ചത്. ഡോണ്ട് കോൾ മീ ദാറ്റ്, ഐ ആം വിദ്യ നൗ. ഐ ടോൾഡ് ഹെർ ഹാർട്ട്ലെസ്ലി. അങ്ങനെ ഹൃദയത്തിൽ
മുറിവേറ്റിട്ട് പോലും ആ ഒരു മനസ്സോടെ പറയേണ്ടി വന്നു, ഞാൻ വിദ്യയാണ്, ശരവണ അല്ല. മാമ ആൻഡ് ശേഖർ ചിറ്റപ്പ ജോയിൻഡസ്. അവരുടെ കൂടെ വിദ്യയുടെ അങ്കിളുണ്ടായിരുന്നു, പിന്നെ ചിറ്റപ്പനുണ്ടായിരുന്നു, മീൻസ് അമ്മയുടെ അനിയത്തിയുടെ ഹസ്ബൻഡ്. ഐ ഹാഡ് നോട്ട് എക്സ്പെക്റ്റഡ് ശേഖർ ചിറ്റപ്പ അറ്റ് ഓൾ. ഹി വാസ് എ ഡിസ്റ്റൻറ്റ് റിലേറ്റീവ്. അവരെയൊന്നും പ്രതീക്ഷിച്ചില്ല, പക്ഷേ അവരെല്ലാവരും ഇവിടെ കാണാൻ വേണ്ടി വന്നിരുന്നു. ദർ വാസ് നോ സൈൻ ഓഫ് അപ്പ. പക്ഷേ അച്ഛനെ മാത്രം കാണുന്നില്ല. വേർ ഈസ് അപ്പ? ഐ ആസ്ക് രാധ. ഹീസ് വെയിറ്റിംഗ് ഫോർ യു ടു കോൾ ഹിം. അപ്പ എവിടെ പോയി? അതാണ് അവൾക്ക് അന്വേഷിക്കേണ്ടത്. കാരണം മറ്റുള്ളവരൊക്കെ കണ്ട് എന്ത് പറയുന്നു എന്നുള്ളതിനല്ല, സ്വന്തം അച്ഛൻ എന്തായിരിക്കും പറയുക. ഐ ഹാഡ് ഡിസ്ട്രോയ്ഡ് ഹിസ് ഡ്രീംസ്, ഡെമോൾഷ്ഡ് ഹിസ് ഡിഗ്നിറ്റി, ഡെസിമേറ്റഡ് ഹിസ് പ്രൈഡ്. ഹൗ ഡൈ ഫേസ് ഹിം നൗ? അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളാണ് ഞാൻ നശിപ്പിച്ചത്, അദ്ദേഹത്തിൻ്റെ അഭിമാനം, അതാണ് ഞാൻ നശിപ്പിച്ചത്. അപ്പം ഇനി